നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. വിവാദമായതല്ല, മുസ്ലിം ലീഗ് ഇടപെട്ട് അതിനെ വിവാദമാക്കിയതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയാണ് മലപ്പുറത്തെ സമരങ്ങൾക്ക് പിന്നിലെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നു. പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇന്നു മുതലാണ്. ആ പരിഷ്കാരങ്ങളെ അട്ടിമറിക്കാൻ CITUവിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയനുകളും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും രംഗത്തുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സമരം നടന്ന ഒരു സ്ഥലം, ഒരു ജില്ല മലപ്പുറമാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി പറഞ്ഞത് മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്നത്. ഈ പറയുന്നതിന് കാരണവുമുണ്ട്. കാരണം മലപ്പുറത്തെ RT ഓഫീസുകൾ കേന്ദ്രീകരിച്ച് 3 അഴിമതി കേസുകളാണ് നേരത്തെ പിടികൂടിയത്. 3 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. വൻതോതിൽ കൈക്കൂലി ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയിൽ നിന്ന് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നു എന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട കാര്യവും കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കെ.ബി. ഗണേഷ് കുമാർ മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന പരാമർശം നടത്തിയതെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. എന്നാൽ ആ പരാമർശത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി വർഗീയവൽക്കരിച്ചിപ്പോൾ പ്രചരിപ്പിക്കുകയാണ് ഒരു കൂട്ടം നേതാക്കൾ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത് കെ.ബി. ഗണേഷ് കുമാർ മനഃപൂർവ്വം മലപ്പുറത്തെ ഇഴുത്താൻ വേണ്ടി അത്തരമൊരു പരാമർശം നടത്തിയെന്നാണ്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ നേരത്തെ തന്നെ ഗണേഷ് കുമാറിന് ചെറിയ ചൊറിച്ചിലുണ്ട് എന്ന് PMA സലാം പറയുന്നു. കേരളത്തിലുടനീളം പ്രതിഷേധമുണ്ട്, എന്നിട്ടും മലപ്പുറത്തിൻ്റെ നെഞ്ചത്ത് കയറാൻ മാത്രമാണ് കെ.ബി. ഗണേഷ് കുമാറിന് എളുപ്പം. ഇത് ആകസ്മികമായ ഒരു പ്രതികരണമല്ല. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സമസ്ത ലീഗിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. സമസ്തയുടെ നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്, സമസ്തയിലെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകുന്നു, അത് വലിയ തോതിൽ മലപ്പുറത്തും കോഴിക്കോടുമടക്കം ലീഗിന് തിരിച്ചടിയാകുമെന്നുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അന്നു മുതൽക്ക് തന്നെ ഇടതുപക്ഷത്തെ പരമാവധി കടന്നാക്രമിക്കാനുള്ള ചില നീക്കങ്ങൾ മലപ്പുറത്ത് മുസ്ലിം ലീഗ് ആരംഭിച്ചിരുന്നു. അത് മാത്രവുമല്ല, തീവ്ര മുസ്ലിം നിലപാടെടുക്കുന്നത് ആരാണ്? അതാണ് ഈ മത്സരം. മലബാർ മേഖലകളിൽ തീവ്രമായ മുസ്ലിം നിലപാടെടുക്കുന്നത് സമസ്തയാണോ ലീഗാണോ? ലീഗിന് ഒരു മൃദു സമീപനമാണെന്ന ആക്ഷേപം സമസ്ത ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല, സമസ്തയേക്കാൾ വലിയ അതിതീവ്ര മുസ്ലിം നിലപാടുള്ള, ഇസ്ലാം നിലപാടുള്ള സംഘടന ഞങ്ങളാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി മുസ്ലിം ലീഗിനുണ്ട്. ഇപ്പോഴത്തെ PMA സലാമിൻ്റെ ഈ പ്രസ്താവനയും അതിനോട് ചേർത്ത് വായിച്ചേ പറ്റൂ. ഈ ഒരു നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മലപ്പുറം പരാമർശത്തിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ തെറ്റായ പരിഷ്കാരങ്ങൾക്കെതിരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടും മലപ്പുറത്ത് നടന്ന സമരത്തെ മാത്രം അധിക്ഷേപിക്കുന്ന മന്ത്രിയുടെ നിലപാട് ഒരുതരം വരട്ടുചൊറിയുടെ ഭാഗമാണെന്ന് PMA സലാം ആരോപിക്കുന്നു. RTO പരിഷ്കാരത്തിനനുസരിച്ച് സൗകര്യമൊരുക്കാതെയും അതിനുള്ള ഫണ്ട് അനുവദിക്കാതെയും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരെ പ്രയാസപ്പെടുത്തിയ സംഭവമാണ് സമരത്തിന് കാരണമായത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CITUവിൻ്റെ നേതൃത്വത്തിലടക്കം എല്ലാ തൊഴിലാളി സംഘടനകളും സമരരംഗത്തുണ്ടായിരുന്നു. എന്നിരിക്കെ മലപ്പുറത്തെ സമരത്തെ മാത്രം ആക്ഷേപിച്ചത് മന്ത്രിയുടെ യഥാർത്ഥ സൂക്കേട് എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. ഒരു സൗകര്യമൊരുക്കാതെ തുക്കളക്ക് പരിഷ്കാരം നടപ്പാക്കിയിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നതിൽ അർത്ഥമില്ലെന്നും സലാം പറയുന്നു. അതായത് കിട്ടിയ അവസരത്തിൽ കെ.ബി. ഗണേഷ് കുമാറിനെ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായും ആക്രമിക്കുക. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന് പ്രത്യേക സൂക്കേടുണ്ടാകുന്നു എന്ന് PMA സലാം പറയുമ്പോൾ അതിന് പിന്നിലെ വർഗീയത കൃത്യമായി നമ്മൾ ചിന്തിക്കണം. ഇവിടെ കെ.ബി. ഗണേഷ് കുമാറാണോ വർഗീയത പറഞ്ഞത്, അതോ PMA സലാമാണോ? കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്നാണ്. അതിൽ മതത്തിൻ്റെ ഒരു ലാഞ്ചനയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ ഇൻറ്റൻഷനോ ഇല്ല, ഉദ്ദേശമോ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ, പാലക്കാട് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ, അതുപോലെ തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്നൊക്കെ പറയുന്നതിന് തുല്യമായി മലപ്പുറത്താണ് കൂടുതൽ ശക്തമായ സമരം നടന്നത്. മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന് പറയുന്നു. പക്ഷേ PMA സലാം അതിനെ വക്രീകരിച്ച് കൊണ്ടെത്തിച്ചത് മലപ്പുറമായതുകൊണ്ടാണ്. അപ്പം മലപ്പുറം എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായതുകൊണ്ട്
ആ ജില്ലയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് ആരാണ് വർഗീയത പറയുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകും. ഇത് മാത്രമല്ല, വലിയ വിമർശനം PMS എല്ലാം ഉന്നയിക്കുന്നുണ്ട്. വാചകമടിയും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ചാനലുകൾക്ക് മുന്നിൽ വാചകമടിക്കാൻ പ്രത്യേകിച്ച് പണച്ചെലവോ കാര്യക്ഷമതയോ വേണമെന്നില്ല. അഭിനയിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അത് നന്നായി കൈകാര്യം ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും. ഗതാഗത വകുപ്പിലെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അതിൻ്റെ ജാള്യത തീർക്കാനാണ് അപ്രായോഗിക പരിഷ്കാരങ്ങളുമായി മന്ത്രി രംഗത്ത് വന്നതെന്നും PMS എല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലുടനീളം പ്രതിഷേധമുണ്ടെങ്കിലും മലപ്പുറത്ത് പ്രതിഷേധമുണ്ടായാൽ നെഞ്ചത്തു കയറാൻ എളുപ്പമാണല്ലോ. ഭാഗ്യവശാലാണ് ഈ സമരത്തിൻ്റെ പേരിൽ തീവ്രവാദി വിളിയിൽ നിന്നും മലപ്പുറത്തുകാർ രക്ഷപ്പെട്ടത്. ചിന്തിക്കണം, എവിടേക്കാണ് PMS എല്ലാം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതെന്ന്. വൈകാരികത, തീവ്ര വൈകാരികതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. KB ഗണേഷ് കുമാർ പറഞ്ഞത് എവിടെയാണ്? ഇപ്പോൾ PMS എല്ലാം ആ പറഞ്ഞതിനെ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി മലബാർ മേഖലയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനകീയ പിന്തുണ തിരിച്ചെടുക്കാൻ, മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖച്ഛായ തിരിച്ചു പിടിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ടെത്തിയത് ഈ വക്രീകരിച്ച വഴിയാണ്. മലപ്പുറത്ത് എന്ത് സമരം നടന്നാലും അത് തീവ്രവാദികളാണെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ആ ഇടതു നയം തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറും പിന്തുടരുന്നത്. തിരുവനന്തപുരം മേയറുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട വിവാദം മറച്ചുവെക്കാനും കൂടിയാണ് മലപ്പുറത്തെ ചൊറിയുന്നതെന്നും PMS എല്ലാം പറയുന്നു. നേരത്തെ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളെല്ലാം KB ഗണേഷ് കുമാറിനെതിരെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൻ്റെ ഭാഗമായി രംഗത്ത് വന്നിരുന്നു. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഒരു സംയുക്ത സമരസമിതി, ആ സംയുക്ത സമരസമിതി ഇന്നു മുതൽ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും സമരം പ്രഖ്യാപിച്ചിരുന്നു. ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ആ നിലപാടിന് പിന്തുണയാണ് CITUയും BMSും AITUCയും എല്ലാം നൽകിയത്. അതായത് പരിഷ്കാരങ്ങൾ അനുവദിക്കാനാകില്ല. പഴയപടി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കണം. പഴയപടി ആവശ്യത്തിലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കണം, ആവശ്യത്തിലധികം ലൈസൻസുകൾ അനുവദിക്കണം. ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് കോടികളുടെ സാമ്പത്തിക അഴിമതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ തൻ്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന ഈ അഴിമതി അത് നിർത്തലാക്കണമെന്നും കാര്യക്ഷമമായി ഡ്രൈവിംഗിൽ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രം ലൈസൻസ് ലഭിച്ചാൽ മതിയെന്നും അതിലൂടെ റോഡ് അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാമെന്നുമുള്ള ഒരു കൃത്യമായ നിഗമനത്തിലായിരുന്നു ഗതാഗത മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരും. എന്നാൽ അതിനെ പൊടുന്നനെ അട്ടിമറിക്കുകയാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ. ഇത് തുറന്നു പറയുകയാണ് KB ഗണേഷ് കുമാർ ചെയ്ത തെറ്റ്. ഉടനെ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലപ്പുറത്തെക്കുറിച്ച് KB ഗണേഷ് കുമാർ പറയുന്നത് വലിയ തോതിലുള്ള അഴിമതി നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ ശക്തമായ ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അവർക്ക് RTOയിലെ ഉദ്യോഗസ്ഥരുമായി വലിയ ബന്ധമുണ്ട്. ഇവർക്ക് കൂട്ടായിട്ട്, ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയ്ക്ക് കൂട്ടായിട്ട് RTO ഉദ്യോഗസ്ഥരുമുണ്ട്. നേരത്തെ വൻതോതിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പണം വെട്ടിച്ചിട്ടുണ്ട്. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി തുടരാനാണ് നീക്കം. ഇതുമാത്രവുമല്ല, തൻ്റെ നിലപാട് സുവ്യക്തമാക്കുന്നുണ്ട് KB ഗണേഷ് കുമാർ. കോടതി പറഞ്ഞാൽ താൻ പരിഷ്കാരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാം. 4 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ലൈസൻസ് നൽകാം, പക്ഷെ അതിന് കോടതി പറയണം. ഇക്കാര്യത്തിൽ ഈഗോ ഇല്ല. മിന്നൽ വേഗത്തിലുള്ള ലൈസൻസ് നൽകുന്നതിന് താൻ എതിരല്ല. എന്നാൽ റോഡ് അപകടങ്ങൾ കുറയണമെങ്കിൽ ഡ്രൈവിംഗിൽ കൃത്യമായ പരിശീലനം ലഭിച്ച ആളിന് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് നൽകുവാൻ പാടുള്ളൂ. ഇതാണ് തന്റെ നിലപാട്. മലപ്പുറം RTO ഓഫീസിൽ നടന്ന 3 കോടിയുടെ വെട്ടിപ്പാണെന്ന് KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. അതോടുകൂടിയാണ് മലപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ തനിക്കെതിരെ തിരിഞ്ഞത്. KSRTCയിൽ ഡ്രൈവർമാർക്ക് വൈദ്യപരിശോധന ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് അപകടങ്ങൾ കുറഞ്ഞുവെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. അതേസമയം KB ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ CITUവും രംഗത്തെത്തി. സംസ്ഥാനത്ത് 86 കേന്ദ്രങ്ങളിലേക്ക് സമരം നടന്നു. എല്ലാ ജില്ലകളിലും സമരമുണ്ട്. എന്നാൽ മലപ്പുറത്തെ ആക്ഷേപിച്ച മന്ത്രിയുടെ നടപടി തെറ്റാണ്. മലപ്പുറത്തെ സമരമാർഗത്തെയാണ് മന്ത്രി അധിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞ്
തൻ്റെ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് CIT ആവശ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്ന ഇടങ്ങൾ സംഘർഷഭൂമിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇരുവിഭാഗവും തയ്യാറാകുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് CIT അടക്കമുള്ള തൊഴിലാളി യൂണിയനുകൾ. നേരത്തെയും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾക്കെതിരെ CIT നിലപാടെടുത്തിരുന്നു. എളമരം കരീം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും CITയും മറ്റ് തൊഴിലാളി സംഘടനകളും ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വലിയ പരിശ്രമത്തിലാണ്. അതിലൂടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയും അതുപോലെ തന്നെ തൊഴിലാളി യൂണിയനുകളും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, KB ഗണേഷ് കുമാർ പറഞ്ഞ നിരുപദ്രവകരമായ ഒരു പ്രസ്താവന, അത് മലപ്പുറം എന്നൊരു ജില്ലയെ പരാമർശിച്ചത് ആ ജില്ലയിലെ RT ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കള്ളത്തരങ്ങൾ കൊണ്ടാണ്. അവിടെ അവിശുദ്ധമായ കൂട്ടുകെട്ട് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയയും അതുപോലെ RT ഓഫീസിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അതിനെ വർഗീയപരമായും മതപരമായും ചിത്രീകരിക്കാനുള്ള മുസ്ലിം ലീഗ് നേതാവ് PMA സലാമിൻ്റെ നടപടിയാണ് ഇപ്പോൾ മറ്റൊരു വിവാദമായി മാറിയിരിക്കുന്നത്.